നേരത്തെ ഒരു ലീഗൽ പോയിന്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവത്തെ ഓർത്ത് മനസ്സിലാക്കുക, പരാതി കൊടുക്കുന്ന എല്ലാവരും അതിജീവിതങ്ങളല്ല. പരാതി കൊടുക്കുന്ന എല്ലാവരും അപ്പം തന്നെ അതിജീവിതയായോ? പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പുരുഷ വേട്ടക്കാരനായോ? പരാതി കൊടുക്കുന്നവരെല്ലാം കംപ്ലൈന്റന്റ് ആണ്, പരാതിക്കാരാണ്. മറുഭാഗത്ത് നിൽക്കുന്നവർ അക്യൂസ്ഡ് ആണ്, ആരോപിതരാണ്. ഇത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ഓൾറെഡി അവരെ വേട്ടക്കാരും അല്ലെങ്കിൽ ഓൾറെഡി അവരെ അതിജീവിതയും വേട്ടക്കാരും ആക്കുമ്പോൾ ആ പുരുഷന്മാരുടെ ജീവിതം കൂടിയാണ് ഇല്ലാതാകുന്നത്. ഈ തിരിച്ചറിവ് നമുക്ക് വേണം. അതുകൊണ്ടുകൂടിയാണ് ഹൈക്കോടതി ആദ്യമായി ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ 75 വർഷങ്ങളുടെ നമ്മുടെ നീതിന്യായ ചരിത്രത്തിൽ കേരള ഹൈക്കോടതി 1.5 മാസം മുമ്പാണ് ആദ്യമായിട്ടൊരു വിധിന്യായത്തിൽ എഴുതി വെക്കുന്നത്. ചുമ്മാ ഒബിറ്റർ ഡിക്റ്റ അല്ല, പറഞ്ഞു പോണതല്ല, വിധിന്യായത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഈ അക്യൂസ്ഡ് ആയ പുരുഷന്മാർക്കും റൈറ്റ്സ് ഉണ്ട്, പ്രിവസിക്ക്. അക്യൂസ്ഡ് ആയ പുരുഷന്മാർക്കും, രാഹുൽ ഈശ്വറിന്റെ വാക്കുകളല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വാക്കുകളാണ്. അങ്ങനെ എത്ര പേരെ ടാർഗറ്റ് ചെയ്തു? ഒരാൾ വന്ന് 7 പേർക്കെതിരെ പരാതി കൊടുക്കാൻ, ഒരാൾ വന്ന് 11 പേർക്കെതിരെ പരാതി കൊടുക്കാൻ, ബാലേന്ദ്രമേനോൻ സാറിനെ പോലുള്ള 1 ആൾക്കാർ പോലും കൊടുക്കാൻ നോക്കുകയാണ്. ഇതിനൊരു അവസാനം വേണ്ടേ? അതുകൊണ്ട് എനിക്ക് മീഡിയയോട് ഇതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കണം. ഒന്ന് ബാലൻസ്ഡ് ആയി, അതായത് അറ്റ്ലീസ്റ്റ് പരാതിക്കാരും നിങ്ങൾ ഇരേന്ന് വിളിച്ചോളൂ. അതായത് ഒരു സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഭാഗമായി പരാതി കൊടുക്കുന്ന എല്ലാവരെയും ഇരേന്ന് വിളിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ മറുഭാഗത്ത് നിൽക്കുന്ന വേട്ടക്കാരനാകാതെ ഇരയും അക്യൂസ്ഡും ആരോപിതനും തമ്മിലാണ് എന്നൊരു സെൻസ് ഓഫ് ബാലൻസ് എങ്കിലും കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എനിക്കെതിരെ വന്ന ഈ പരാതി താൽക്കാലികമായിട്ടെങ്കിലും ഒരു താൽക്കാലിക ആശ്വാസം കിട്ടിയെന്ന് പ്രൊഫസർ പറയുന്നത് താൽക്കാലികമായിട്ടെങ്കിലും ഒരു വിജയമായി ഞാൻ കാണുന്നു. ഹണി റോസിന് തിരിച്ചടിയായിട്ടല്ല, പക്ഷെ എല്ലാ പുരുഷ സമൂഹത്തിനും വിജയമായി കാണുന്നു. അതോടൊപ്പം ഹണി റോസിനോട് ഒരു അഭ്യർത്ഥന കൂടി, ഹണി റോസിന്റെ ഒരു നിലപാടിനെ എല്ലാവരും അംഗീകരിക്കുന്നതാണ്, ദ്വയാർത്ഥ പ്രയോഗം പാടില്ല. ഈ പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള നീക്കത്തിന് ഹണി റോസിന്റെ പിന്തുണയും അഭ്യർത്ഥിക്കും. ഹണി റോസ് അടക്കമുള്ള സ്ത്രീപക്ഷത്തും സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്നവർക്കും അവരുടെ എല്ലാ പോരാട്ടങ്ങളെയും ബഹുമാനത്തോടെ കണ്ടുകൊണ്ട് ഈ മെൻസ് കമ്മീഷൻ അല്ലെങ്കിൽ കമ്മീഷൻ ഫോർ മെൻ, പുരുഷ കമ്മീഷന് ഹണി റോസിന്റെ അടക്കമുള്ള പിന്തുണ അഭ്യർത്ഥിക്കും.